എണ്ണ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എനർജി കിട്ടാറുണ്ട്. ആ ഡോക്ടറിന്റെ മുടി മുഴുവൻ പോയതാണ്, സത്യമാണോ? സത്യമാണ്. അപ്പൊ ഈ കാണുന്ന മുടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കംപ്ലീറ്റ് മുടി പോയിട്ട് കംപ്ലീറ്റ് കഷണ്ടി എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ തല. കയ്യിലെങ്ങനെയാണ് ഹെയർ, ഇത് മാത്രം അവിടെ ഇവിടെയൊക്കെ കുറച്ച്. ഫസ്റ്റ് തന്നെ എനിക്ക് വന്ന കേസ് എന്ന് പറയുന്നത് ഈ ക്രൗൺ പോർഷൻ കംപ്ലീറ്റ് പോയൊരു കേസാണ്. അപ്പോൾ അവർ പറഞ്ഞു, മാഡം ഇതിങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടാണ് വന്നത്, ഇനി എങ്ങും പോകാനില്ല. സോ നിങ്ങളും കൂടി കൈവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് പോകാനെങ്ങും ഇല്ല. 3-ാമത്തെ മാസമായപ്പോൾ ഫുൾ കവറായി, ഫുൾ ഹെയർ കവറായി. ഇവരുടെ സന്തോഷം കാണണം, ഇവിടെ വന്നു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്. അത് കാരണം മാത്രമാണ് ഞാൻ ആ കേസ് എടുത്തത്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിന് ഇത്രയും ക്വാളിറ്റിയും കിട്ടിയത്. ഇതിനകത്ത് കുറച്ച് കാട്ടുമരുന്നുകളുണ്ട്. ഇപ്പൊ നാട്ടില് വളരുന്ന കറ്റാർ വാഴയും കാട്ടില് വളരുന്ന കറ്റാർ വാഴയും ഭയങ്കര ഡിഫറൻസാണ്. ഔഷധ ഗുണം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസാണ്. ഒരു ഹെയർ ഫോളിക്സിൽ നിന്ന് മിനിമം ഒരു 3 ഹെയറെങ്കിലും ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ ഒരെണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ബ്ലോക്ക് ആവുന്നു. പിന്നെ അടുത്തത് വരാത്തതാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അതർവൈസ് എല്ലാ മുടിക്കും ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിഷ PM എന്ന ഡോക്ടറാണ്. നമസ്കാരം. നമസ്കാരം. അടുത്തിടെ ഡോക്ടറിനെ എനിക്കൊരാൾ പരിചയപ്പെടുത്തി തന്നത് തലമുടിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പേര് ചികിത്സ നേടുന്നുണ്ടെന്നും ഭയങ്കര റിസൾട്ടാണെന്നും. അതിനുശേഷം എന്നോട് ഒരാൾ കൂട്ടിച്ചേർത്തു, ആ ഡോക്ടറിൻ്റെ മുടി മുഴുവൻ പോയതാണ്, സത്യമാണോ? സത്യമാണ്. അപ്പോൾ ഈ കാണുന്ന മുടി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഇലക്ട്രോ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റും റിസർച്ചിൻ്റെയും ഭാഗമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഞാൻ ഈ ഹെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളാണല്ലോ നമ്മളെ കൂടുതലും ഒരു സംഭവത്തിലോട്ട് ഫോക്കസ് ചെയ്യും. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 10ാം ക്ലാസ് +1 ആ സമയം നമ്മുടെ നല്ല സമയം. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ് മുടി പോയിട്ട് കംപ്ലീറ്റ് കഷണ്ടി എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ തല. എനിക്ക് +1ഉം +2 ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കോളേജിൽ പോലും ഞാൻ പോയിട്ട് സാറന്മാരോട് നോട്ട്സ് കളക്ട് ചെയ്തിട്ട് എനിക്ക് പോവാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. ആ ഒരു അനുഭവം, കാരണം നമ്മളുടെ ഏറ്റവും നല്ല സമയം നമ്മളെല്ലാവരും ഒന്ന് എന്താ പറയുക നോക്കുന്ന ഒരു സമയം കൂടിയാണ്. എൻ്റെ ആ നല്ല സമയം മുഴുവനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് കംപ്ലീറ്റ് ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീടിൻ്റെ ഉള്ളിലിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ജോബാണ് ചെയ്യുന്നത്. അമ്മ എപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ഈ വിഷമവും ടെൻഷനും സങ്കടവും എല്ലാം കണ്ടിട്ടും ഞാൻ ഒരു മനുഷ്യനോട് നമ്മൾ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ പോലും നമുക്ക് കോൺഫിഡൻസ് ഇല്ല. ഒരു കല്യാണത്തിനോ മരണത്തിനോ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ ബർത്ത്ഡേ ഫംഗ്ഷൻസ് പോലും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫംഗ്ഷൻസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്യില്ല, റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു വിഷമം, നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് നമ്മളുടെ ഹെയർ ആണ് എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മുടി ഫുൾ പോയി എന്ന് വെച്ചാൽ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ കയ്യിലെങ്ങനെയാണ് ഹെയർ, ഇത് മാത്രം അവിടെ ഇവിടെയൊക്കെ കുറച്ച്, ബാക്കി ഫുൾ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിപ്പോയി. നീളോ ഇല്ലാണ്ട് മൊത്തം നീളമല്ല, കുറ്റിയായിട്ടാ, കുറ്റിയില്ല, ഫുൾ ഒരു കഷണ്ടി പാറ്റേൺ. മനസ്സിലായില്ലേ ആ ഒരു അവസ്ഥ? പിന്നെ വിഗ് ഉപയോഗിക്കണം എന്നുള്ള ഒരു അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തി. എന്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് അതൊന്നും പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ആ ഒരു നമ്മളുടെ ഏറ്റവും നല്ലൊരു സമയം. ആ സമയത്തൊന്നും ഇത്ര ആളുകളുമായിട്ട് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ, നമുക്ക് എവിടെ നിന്ന് ഈ സാധനം കിട്ടണം, അല്ലെങ്കിൽ എല്ലാവരും പറയും ഈ എണ്ണ തൂക്ക് ആ എണ്ണ തൂക്ക് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയുർവേദ ഫാമിലിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഫാമിലിയും അമ്മയുടെ ഫാമിലിയും അമ്മയും അച്ഛനും തമ്മിലുള്ള ചെറിയൊരു ഡിസ്പ്യൂട്ട് കാരണം സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയുർവേദമാണെങ്കിലും അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ പോകുന്നത് കാരണം എനിക്ക് പിന്നെ അവരുമായിട്ടൊരു കണക്ഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു സ്കൂളിംഗ് ടൈമിൽ. അപ്പോൾ എന്തോ ഒരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായത് കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ചമ്മേൻ്റെ തല കാണുന്നത്.
അപ്പോൾ അച്ചാമ്മ ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യവിശാരദ പട്ടമുള്ള കേരളത്തിൽ തന്നെ ആദ്യത്തെ ആയുർവേദ ഡോക്ടറാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അവിടെ ജനിച്ചിരുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ മാതിര അവിടെ തന്നെയായിരുന്നല്ലോ, കുഞ്ഞിലെ നമ്മളുടെ ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് അവിടെ ആയിരുന്നു. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ മെഡിസിൻസ്, കഷായം, പച്ചമരുന്നുകൾ അവിടെ അതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതെന്താണ് ഈ സംഭവം, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പുള്ളി ആകെ ആദ്യമാവുന്നത്. കാരണം കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണല്ലോ. അങ്ങനെയാണ് കുറച്ച് നാൾ എന്നെ അവിടെ പിടിച്ചു നിർത്തി നല്ല ഫുഡൊക്കെ തന്ന് ഒരു ഓയിൽ, പുള്ളിക്കാരത്തിയുടെ തന്നെ ഒരു കൂട്ടിൽ ഒരു ഓയിൽ അങ്ങോട്ട് ഉണ്ടാക്കി. അത് 1-2 പ്രാവശ്യമല്ലോ കേട്ടോ, പല സംഭവങ്ങൾ മാറി മാറിയിട്ട് ഒക്കെ അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ അത് ഒരു 3 മാസം, അതായത് ഞാൻ പറയാം, ഫസ്റ്റ് നമ്മൾ ഈ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, ഈ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തുടങ്ങി ഞാൻ കേരളത്തിൽ കാണാത്ത ഡോക്ടർമാരില്ല. അമ്മ അതുമാതിരി തന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തും കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചെറിയ മീൻസ് മെഡിസിനൊന്നും അല്ല തരുന്നത്, എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഇതുപോലെ ഓയിലുകൾ അങ്ങനെ എന്തെങ്കിലും തരും. പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോരും. പിന്നെ അവിടെ നിന്നൊന്നും ആവാണ്ടാവുമ്പോൾ നമ്മൾ അടുത്ത ഡോക്ടറെ കാണും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവാത്തൊരു സ്ഥലങ്ങളുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെന്ന് കരുനാഗപ്പള്ളിയാണ് അച്ഛൻ്റെ വീട്. കരുനാഗപ്പള്ളി ചെന്ന് കുറച്ച് നാൾ അച്ചാമ്മ എന്നെ അവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ തന്നെ പാരമ്പര്യമായിട്ടുള്ള നമ്മളുടെ തന്നെ മെഡിസിൻസ് ഉണ്ട് കുറേ. അപ്പം അങ്ങനെ ഒരു ഓയിലുണ്ടാക്കി അത് അപ്ലൈ ചെയ്യിപ്പിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് നല്ല ന്യൂട്രീഷൻ ഫുഡുകൾ തന്നു. ഒരു 3 മാസം ഒന്നും വേണ്ടി വന്നില്ല. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്കിങ്ങനെ തടകുമ്പോൾ തന്നെ ആ ഒരു മിനുസുള്ള ഭാഗത്ത് ഇങ്ങനെ ചെറിയ രോമകൂപങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നി. 2ാമത്തെ മാസമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം അത് നന്നായിട്ട് പൊങ്ങി, പോൾസ് എല്ലാം ഓപ്പണായി, ഹെയർ ഫോളിക്സ് എല്ലാം ഓപ്പണായി, അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പണായി. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ. അതുവരെ നമ്മൾ ഫുൾ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു സംഭവം, നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്നും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു റീസൺ അതാണ്. അല്ല, പലർക്കും മുടി കൊഴിയുന്നവർക്ക് ഇങ്ങനെ വെളിയിൽ കാണിക്കാൻ എല്ലാവരും പെട്ടെന്ന് മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന എങ്ങനെ. ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗുളിക കഴിക്കൂ, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുടി ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു വരും. പലർക്കും കുറേ പേര് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കും. ചില ആളുകൾ ഇനി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല, എന്നെ പോലുള്ളവർ ഇനി കാര്യമില്ല, അത് വിട്ടു, വളരുന്ന പോലെ വളരട്ടെ എന്നുള്ളൊരു സ്റ്റൈലിൽ നിൽക്കും. പക്ഷേ എൻ്റെ അഭിപ്രായം അതല്ല കേട്ടോ. ഞാൻ എല്ലാവരോടും പറയും, കാരണം നമ്മൾ ഈ ഒരു സ്റ്റേജ്, കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു സ്റ്റേജ് കവർ ചെയ്തത് കാരണം എനിക്ക് 100% എനിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മനസ്സ് പറയുവാണ് നിന്നെക്കൊണ്ടത് പറ്റത്തില്ല, പക്ഷെ വൺസ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ അത് ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് പോകണം. അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള ആരാണോ അവരെ പോയി കാണുക, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇത് എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ അച്ചാമ്മ ഈ പറഞ്ഞ മാതിരി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ഇപ്പോഴത്തെ ക്ലിനിക്കുകളിൽ ഭയങ്കര വലിയ മെഷീനറീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാനും അതൊന്നും ചെയ്യുന്നില്ല. ഒരാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ തന്നെ ആദ്യം ഞാനിരുന്ന് ഫുൾ ഹിസ്റ്ററി ചോദിക്കും. ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എലമെന്റ്സ് ആവശ്യമുള്ള സംഭവങ്ങൾ, ഇതെല്ലാം ഉണ്ടോയെന്ന് ഫസ്റ്റ് ഞാൻ നോക്കും. അതിനുശേഷം ഹോർമോൺസിൻ്റെ വേരിയേഷൻസ്, തൈറോയിഡ് പോലെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, സ്ട്രെസ്സ് കൂടുതലുണ്ടോ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ജോബ് ബേസ് ചെയ്തിട്ട് തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ജോബുകളുണ്ടാവും. IT അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ മാതിരി സേനകളിൽ നിന്ന് തന്നെ ഡിഫൻസ് ബേസ് ചെയ്തിട്ട് സേനകളിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ക്യാപ്പായാലും ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ
അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് എന്താണ് മെയിൻ റീസൺ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്കിങ്, രണ്ടാമത്തെയാണ് ചെക്കിങ്. ഫസ്റ്റ് നമ്മൾ ചോദിക്കും കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രം അച്ചാമ്മയുടെ ഒരു മുതൽക്കോട്ടാണെന്ന് തോന്നുന്നുണ്ട് സംഭവം. അത് ആ മെഡിസിൻ നമ്മുടെ മീൻസ് പാരമ്പര്യമായിട്ട് എനിക്ക് തന്നുകൊണ്ടാണ് പോയത്. ആണോ? അച്ചാമ്മ തന്നു? അത് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുന്നത്. അന്ന് തന്നത് അത് ശരിക്കും അന്ന് പോയത് തന്നെ അച്ചാമ്മ ഇത് തരാൻ വേണ്ടിയിട്ടാണ്. മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പൊ ആ സംഭവം, ആ ഒരു മെഡിസിൻ ഇട്ടിട്ട് നമ്മൾ സ്കാൽപ്പ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഇൻഫെക്ഷൻസ് അനുസരിച്ചിട്ട് അതിന് കളർ ചേഞ്ച് വരും, ഓരോ ഇൻഫെക്ഷൻസ് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ നോർമൽ ഡാൻഡ്രഫൊക്കെ ആണെങ്കിൽ അതിനകത്ത് വേറെ വിഷയം ഒന്നും ഉണ്ടാവില്ല. ഈ സോറിയാസിസ് പോലെയുള്ള ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിനകത്ത് കളർ ചേഞ്ചും വരും. അതിൻ്റെ ആ നമ്മളുടെ ഹെയർ ഒരെണ്ണം ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പോരുകയും ചെയ്യാൻ ഹെയറിൻ്റെ റൂട്ടിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ ഒരു സംഭവം ഉണ്ടാവും. നിങ്ങൾ ഹെയർ എടുത്തിട്ടാണോ ഇത് ചെയ്യുന്നത്? അല്ല, അത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ സാധനം ഇടുമ്പോൾ ചെക്ക് ചെയ്യുന്ന മുടിയിലാണോ തലയിലാണോ? സ്കാൽപ്പ് സ്കിന്നിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനകത്തുനിന്ന് വരുന്ന ഹെയർ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോരാനുള്ളതൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എന്താണ് റീസൺ എന്നുള്ളത്. ആ റീസൺ എന്താണ്, ആ ഇൻഫെക്ഷൻ എന്താണ്, ആ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ. അല്ലാണ്ട് ഈ പറഞ്ഞത് മാതിരി നമ്മൾ കുറേ വലിയ വലിയ സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. റീസൺ, റൂട്ട് എന്താണ്, അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത്, അതായത് ശരിക്കും പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് പരിഹാരം ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ കാരണം അറിയത്തില്ല, പ്രശ്നം അറിയത്തില്ല, പരിഹാരം കണ്ടിട്ട് കാര്യം. അതെ, ഈ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിൻ്റെയും പരാതി എന്ന് പറയുന്നത് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി, അവിടെ ഇന്ന മെഷീൻസ് വെച്ചിട്ട് വലിയ വലിയ ചെക്കപ്പുകൾ ചെയ്തു, അതിനകത്ത് ഈ പറഞ്ഞ മാതിരി വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല മാഡം, ഇന്നതുപോലെയാണ്. പക്ഷേ അതിനകത്ത് കാണാത്തതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് അതിനകത്ത് ഇല്ല, ഓൾറെഡി ഇല്ല. ഇവരുടെ പ്രശ്നങ്ങൾ വേറെ ഹോർമോണിൻ്റെ ഇംബാലൻസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആയിരിക്കും, അയേണിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. മനസ്സിലായില്ലേ? കുറേ റീസൺസ് ഉണ്ട് ഇതിന്. ആ റീസൺസ് എന്താണ്, മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം അയൺ ഡെഫിഷ്യൻസി പറയുന്നുണ്ട്, കാൽസ്യം ഡെഫിഷ്യൻസി പറയുന്നുണ്ട്, അതുപോലെ തൈറോയ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്കൊരു പ്രധാനമായിട്ടും പലതരത്തിലുള്ള, ഇപ്പോൾ ഓരോ ഡെഫിഷ്യൻസിക്കും ഓരോ തരത്തിലാകാമല്ലോ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്, അതെങ്ങനെയായിരിക്കാം? അയൺ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിക്കും കുറേ അയൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് അപ്പം തന്നെ അയൺ കിട്ടും എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. നമ്മൾ മാക്സിമം നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ നിന്നും നമ്മൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് അയൺ അബ്സോർവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അയൺ കയറത്തില്ല. നമുക്ക് അതിനൊരു മീഡിയേറ്ററാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അയൺ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ ആവും. അപ്പം ഈ അയൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ. അയൺ വിത്ത് ഓക്സിജൻ എല്ലാ കാപ്പിലറീസിൽ പോലും എത്തണമെങ്കിൽ അയൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഒരു സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് അയൺ. അപ്പം അയണിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്തൊരു സംഭവത്തിൻ്റെ ഇപ്പം നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്ന് ഒന്നും ചെയ്യാണ്ട് എനർജറ്റിക് അല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ലാഗിങ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഭയങ്കര അതെ അതെ. അപ്പം അയൺ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അയണിൽ തന്നെ ഫെർട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സംഭവം അത് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ. അതിൻ്റെ ഡെഫിഷ്യൻസി കാരണമായിരിക്കുള്ളൂ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫംഗലുകളിൽ നമ്മുടെ ബോഡിയിലോട്ട് കയറുന്നത് തന്നെ. അപ്പം എന്താണോ ഡെഫിഷ്യൻസി അതവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അയൺ, കാൽസ്യം, അതുപോലെ തന്നെ കാൽസ്യം നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും കാൽസ്യം കണ്ടന്റ് ഉണ്ട്. അപ്പം ഈ കാൽസ്യം നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തണമെങ്കിലും അത് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തണമെങ്കിലും വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. വൈറ്റമിൻ ഡി ഇല്ല എങ്കിൽ അതിൻ്റെ പ്രവർത്തനം വളരെയധികം കുറയും. അപ്പോൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി എന്ന് പറയുന്ന സംഭവങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അയണും കാൽസ്യവും കുറേ എടുത്തുകൊണ്ട് കാര്യമില്ല. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പെട്ടെന്നും കൂടെ കാര്യം. അതെ. അപ്പോൾ
ഇതെല്ലാം നമ്മൾ അയളും കാൽസ്യം ഇല്ലാണ്ട് ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. ഇല്ല. അപ്പം എല്ലാത്തിൻ്റെയും പുറകിൽ ചിലപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയും അയൺ ഇല്ലാത്ത കാരണമാണ്, കാൽസ്യം ഇല്ലാത്ത കാരണമാണ്. പക്ഷെ ഇത് അബ്സോർഷൻ നടക്കണമെങ്കിലും ഉൽപാദനം നടക്കണമെങ്കിലും അതിൻ്റെ പുറകിലുള്ള വൈറ്റമിൻ സിയും ഡിയും മീഡിയേറ്റേഴ്സും കൂടി ഒന്ന് സപ്പോർട്ടാണോ എന്നും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ്, മുടി കൊഴിച്ചിലിൻ്റെ വേറൊരു ഭാഗമാണത് ഉറക്കക്കുറവ്. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാവും. ഈ ഉറക്കക്കുറവിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് പല പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഉറക്കക്കുറവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉറക്കം വരും. അപ്പം എല്ലാം ഇപ്പം നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് അതിനൊരു സൊല്യൂഷനും കൂടി പറയുക. അതിൻ്റെ ഒപ്പം തന്നെ ഹെയറിൻ്റെ തന്നെ നമ്മളൊരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിൻ ഹെയറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫുഡ് ചാർട്ട്. അത് ഓരോ ആൾക്കാരുടെ ഡെഫിഷ്യൻസി അനുസരിച്ചിട്ടാണ് നമ്മളത്. അപ്പം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണോ വരാൻ? അതോ നിങ്ങൾ തന്നെ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ ഈ പറഞ്ഞ ഫെർട്ടിൻ ചെക്ക് ചെയ്യാൻ പറയും, HB ചെക്ക് ചെയ്യാൻ പറയും, വൈറ്റമിൻ D ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ കുറച്ച് ബ്ലഡ് ചെക്കപ്പുകളുണ്ട്, അത് ചെക്ക് ചെയ്യാൻ പറയും. അതിനകത്ത് എന്തൊക്കെയാണോ ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് ചാർട്ട് ഉൾപ്പെടെ നമ്മൾ ഡിസൈൻ ചെയ്യും. അതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസികൾ അത് കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫുഡ് ചാർട്ടും സ്കാൽപ്പിൽ നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് നോർമൽ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഫംഗൽ റിമൂവിങ്, പ്രോട്ടീൻ ബൂസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടി ഒറ്റ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റ ട്രീറ്റ്മെൻറ്റിൽ. അത് എണ്ണ മാത്രമല്ല, എണ്ണ മാത്രമല്ല. നമ്മളിപ്പോൾ ഭയങ്കര സിവിയർ ആയിട്ട് ഹെയറിൻ്റെ ഇഷ്യൂസ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ മാതിരി സ്റ്റുഡിയോ ട്രീറ്റ്മെൻറ്റും ഈ ഒരു ഓയില് പ്ലസ് ന്യൂട്രീഷൻ ഫുഡ്, ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അതും കൂടി നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മളിപ്പോൾ ക്ലിനിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് അലോപേഷ്യ ആയിട്ടൊരു പേഷ്യൻ്റ് വന്നു. അവര് എനിക്ക് തോന്നുന്നു ഭയങ്കര, ഞാൻ ഹോസ്പിറ്റലുകളുടെ പേരൊന്നും പറയുന്നില്ല, ഭയങ്കര വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഈ അലോപേഷ്യ എന്ന് പറഞ്ഞിങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം മുടി കൊഴിഞ്ഞു പോകുന്നത്, വട്ടത്തിൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു സെഗ്മെൻ്റാണ് ഈ അലോപേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് വന്ന കേസ് എന്ന് പറയുന്നത് ഈ ക്രൗൺ പോർഷൻ കംപ്ലീറ്റ് പോയൊരു കേസാണ്. ഫുൾ പോയി. അതായത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് സങ്കടവും. ഇത് ഇവിടുത്തെ ഈ ഒരു ഇച്ചിരി പോർഷൻ മാത്രം ഇങ്ങനെ വെച്ചിട്ട് മുടി ഇങ്ങനെ വെച്ച് കവർ ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. ഇത്രയും പോർഷൻ ഉണ്ട്, അതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ആ മാഡം വന്ന്, മീൻസ് പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പറവൂർ വരെ വരികയാണെങ്കിൽ നല്ല പാടുണ്ട്. അപ്പോൾ റാന്നിയിൽ നിന്നാണ് വരുന്നത്. ഇവർ വരുന്നതിൻ്റെ ആ പാട് എന്നോട് പറഞ്ഞു. ഇവരെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇതെടുക്കാൻ. ഞാൻ എപ്പോഴും എപ്പോഴും തിരക്കായിരിക്കും. ഇതൊക്കെ സ്പെഷ്യൽ നമ്മളൊരു പരിഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, മാഡം ഇതിങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടാണ് വന്നത്, ഇനി എങ്ങും പോകാനില്ല, ഇതെൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ നിങ്ങളും കൂടി കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് പോകാനെങ്ങും ഇല്ല. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു കാര്യം കൈവച്ച് കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്, ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ പോയി. ഞാൻ പറഞ്ഞ് ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല, ഞാൻ നോക്കാം, ട്രൈ ചെയ്യാം. അങ്ങനെ ഇവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 1ാമത്തെ മാസമായപ്പോൾ എനിക്ക് വന്ന അനുഭവം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പരുവരുവ് പോലെ. അപ്പോൾ അങ്ങനെ വന്നു. ഞാൻ 1ാമത്തെ 1 മാസം കംപ്ലീറ്റ് മെഡിസിനും കൊടുത്തു, ഫുഡ് ചാർട്ടും കൊടുത്തു, അതിൻ്റെ ഒപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും ചെയ്ത് വിട്ടു. അടുത്ത മാസമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരുപരു പോലെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വന്നു. 2ാമത്തെ മാസം 3ാമത്തെ മാസമായപ്പോൾ ഫുൾ കവറായി, ഫുൾ ഹെയർ കവറായി. ഇവരുടെ സന്തോഷം കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഇത് തിരിച്ചു വരത്തില്ല. പിരിയാൻ പോലും പോയി തുടങ്ങി, പിരിയത്തിൻ്റെ അവിടെ പോലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, ബ്ലഡിൽ നന്നായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അത് റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ള നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മാസമായപ്പോഴേക്കും ഞാൻ 6 മാസം കണ്ടിന്യൂസ് എനിക്ക് മന്ത്ലി വൺസ് എനിക്ക് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 6 മാസമായപ്പോഴേക്കും അവർ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ ഫുൾ ഹെയർ ആക്കി കൊടുത്തിട്ടാണ് വിട്ടത്. ഹെയർ ആക്കി കൊടുത്തന്നെ. അതിൽ ഈ പറഞ്ഞ അസുഖം എന്തുകൊണ്ടായിരിക്കാം വരുന്നത്? പല കാരണങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. സോ
പല രീതിയിൽ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൂടുന്ന ആൾക്കാർക്ക് വരാം, ഭയങ്കരമായിട്ട് അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാം, ചില ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലം വരാം. അപ്പോൾ എന്താണ് അവരുടെ ലൈഫിലുണ്ടാവുന്ന ആ ഒരു സംഭവം, അതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരുന്നു. അച്ഛൻ മരിച്ചു, വീട്ടിലും അല്ലാണ്ട് കുറേ ഇഷ്യൂസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഉപദേശങ്ങളും കുറച്ച് അത്യാവശ്യം കെയറും സംഭവം എല്ലാം കൊടുത്തു. പിന്നെ അവരുടെ മനസ്സിലുള്ള വിശ്വാസം, ഇത് വേറെ എങ്ങും പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്, അത് കാരണം മാത്രമാണ് ഞാൻ ആ കേസ് എടുത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സ് പറയുന്നതേ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായത് കാരണം അവർ പറഞ്ഞു എനിക്ക് ഇവിടുന്നേ ഇത് ശരിയാവുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അത് കാരണം മേഡം ഇത് എടുത്തേ പറ്റത്തുള്ളൂ, എടുക്കത്തില്ല എന്ന് പറയരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ പ്രൊമോഷൻ ഡെവലപ്മെൻറ്റും റിസർച്ചിൻ്റെയും ഭാഗമായിട്ടുള്ളത് കാരണം എല്ലായിടത്തുനിന്നും ഉപേക്ഷിച്ച കേസുകളാണ് എടുക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കേസ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, മേഡത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലോ. 6 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ക്ലിയറായി. അതിനുശേഷം ഇഷ്ടം പോലെ പേഷ്യൻസ്, ആ ഒരു പാറ്റേണിലുള്ള കുറേ അലോപേഷ്യ പോലെ പാറ്റേണിലുള്ള കുറേ പേഷ്യൻസ് എല്ലാവരുടെയും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രോഗികൾ വന്നിട്ട് നമ്മളോട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വരുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും പലയിടത്തും നമ്മൾ പോകുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നില്ല പലതരം എണ്ണകൾ ഉണ്ടല്ലോ, നീലബംഗാദി അങ്ങനെയൊക്കെ എണ്ണ തേച്ചാൽ വളരുമെന്ന് പറഞ്ഞു. അത് എണ്ണയാണ്. ചിലവർ പറയുന്നു, ചില റിസർച്ചേഴ്സ് അല്ലെങ്കിൽ പറയും എണ്ണ തേക്കരുത്, അതാണ് താരൻ വരാനുള്ള കാരണം എന്ന് പറയുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എല്ലാവരെയും ഞാനങ്ങനെ അടച്ച് പറയുന്നതല്ല കേട്ടോ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. ഇപ്പം മോയ്സ്ചറൈസർ ഇട്, സ്കിന്ന് ഡാമേജ് ആവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫേസിന് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലേ. എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചില നമ്മളുടെ തലയിൽ തന്നെ സെബം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അതേപോലെ തന്നെ നിൽക്കണം എന്നില്ല. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ഈ ഫ്രീസി ആയിട്ടും ഹെയർ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനും ആരോഗ്യത്തിനും എല്ലാത്തിനും ഓയിൽ ഒരു അത്യാവശ്യ ഘടകമാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായേക്കുന്നത്. അപ്പോൾ ഓയില് വെറുതെ ഒരു ഓയിലല്ല കേട്ടോ, അതിനകത്ത് മെഡിക്കേറ്റഡ് ഓയിലായിരിക്കണം. അതിനകത്ത് പലതരം ചിലവര് മറ്റേ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട്, നമ്മൾ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള സംഭവമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. തേങ്ങയിൽ നിന്ന് വെന്ത എണ്ണ നല്ല ഔഷധ ഗുണമുള്ള സംഭവമാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് സത്യം പറഞ്ഞത്. അല്ല, അപ്പൊ ഈ എണ്ണ വെക്കും തോറും ഞാൻ ചോദിക്കാനുള്ള കാരണം, എണ്ണ വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നവരാണ്, ഈ കണ്ട പൊടിയെല്ലാം കൂടെ തലയിൽ കയറും, ഒന്നെങ്കിൽ എണ്ണ വെച്ചിട്ട് അത് കഴുകി കളയണം എന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്? എൻ്റെ ഒരുപാട് നാളത്തെ സംശയമാണ്, മനസ്സിലായോ? എണ്ണ വെക്കും, അത് കഴുകി കളയാൻ പറയും. അപ്പോൾ ആ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്? നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കും, ഓക്കെ, 10 അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്നാൽ ചിലവർക്ക് തലനീരിറങ്ങും. പക്ഷെ ഇതെങ്ങനെയാണ് ഹെയർ ഗ്രോത്ത്? ഞാനൊക്കെ അത് പറയാൻ കാരണം, ഞാനൊക്കെ ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴല്ല, ചെറുതിലെ തലയിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എണ്ണ വെച്ച പൊട്ടത്തിനാണെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എണ്ണ വെച്ച്, എന്നിട്ട് എണ്ണ വെച്ചിട്ട് തലേന്ന് വെച്ചിട്ട് കിടന്നിട്ട് നേരം വെളുക്കുമ്പോഴാണ് കഴുകി കളയുന്നത്. കഴുകി കളയെന്ന് വെച്ചാൽ ചുമ്മാ കഴുകി കളയത്തുള്ളൂ, മറ്റേ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യത്തില്ല. കാരണം മുടി വളരണമല്ലോ, ആവശ്യം അതാണല്ലോ. ഞാനിതൊരു +2 പഠിക്കുന്ന സമയത്താണ് പറയുന്നത്. എന്നിട്ട് രാത്രി കൂടിങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടി വെക്കും, മനസ്സിലായി? മുടി വളർന്നോ? അല്ല, എണ്ണ ഡോക്ടറോട് ചോദിക്കേണ്ടത് ഞാനാണ്, ഡോക്ടർ എന്നോടല്ല ചോദിക്കേണ്ടത്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി സ്കാൽപ്പിൽ തന്നെ സ്കിന്നിൽ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എണ്ണ വെക്കുന്നതെന്ന് പറയുന്നത് നോർമലായിട്ട് എന്തെങ്കിലും എണ്ണ വെച്ചുകൊണ്ട് അത് ഗുണമൊന്നുമില്ല. ആ ഇഷ്യൂസ് എന്താണോ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുള്ള ഒരു ഓയില് എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് വരുന്ന സംഭവം. പിന്നെ തല നന്നായിട്ട് തണുക്കാം. നമുക്ക് ഈ ബ്ലഡൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര ഹീറ്റായിരിക്കും. തല നന്നായിട്ട് തണുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു എനർജി കിട്ടാനും, എന്താ പറയുക, എണ്ണ എന്ന് പറയുന്ന സംഭവം മെൻ്റൽ സ്ട്രെസ്സിന് ഏറ്റവും നല്ലൊരു സംഭവമാണ്. തലയിൽ ഇപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എണ്ണ വെച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എനർജി കിട്ടാറുണ്ട്.
അപ്പോൾ എണ്ണ എന്ന് പറയുന്നത് മുടി വളരാൻ വേണ്ടി മാത്രമല്ല, അത്യാവശ്യം നമ്മുടെ സ്ട്രെസ് റിലീഫിന്, അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ പോൾസിലോട്ട് കിട്ടിയിട്ട് റൂട്ടിന് ഇച്ചിരി സ്ട്രെങ്തിൻ വരാൻ, അങ്ങനെയുള്ള പല റീസൺസ് ഉണ്ട്. അപ്പം ഇപ്പോഴും ഈ എണ്ണ വെക്കേണ്ടത് എങ്ങനെയാണ്? തലയുടെ ഈ പോർഷൻ ഇല്ലേ, എന്താ ആ അവിടെയാണോ? അത് നമ്മളൊക്കെ വെക്കുമ്പോൾ എണ്ണ വെക്കുമ്പോൾ മുടിയുടെ അറ്റം വരെ, അതായത് മുടിയുടെ അറ്റം പൊട്ടി പോവാതിരിക്കാൻ, ഇതൊക്കെ നമ്മളോട് ഫ്രീസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതർവൈസ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ബേബി ഹെയർസിന്റെ ഗ്രോത്തിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആണെങ്കിൽ സ്കാൽപ്പ് സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ്. പൈതൃക ഇതാ ഈ ഒരു എണ്ണ എന്ന് പറയുന്നത്, ഇത് ഫുള്ളി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇത് നോർമലായിട്ട് ഇപ്പം നമ്മൾ ഒരു ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു യോഗമുണ്ട്, ഒരു പ്രിപ്പറേഷൻ, ഒരു ടെക്നിക്ക് ഉണ്ട്. ഇപ്പം കരിനൊച്ചി എന്ന് പറയുന്ന ഒരു ഔഷധം, അത് നമ്മൾ ചൂടാണ്, കരിനൊച്ചി എന്ന് പറയുന്നത് ചൂടാണെങ്കിൽ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിന് മീൻസ് ആ ചൂട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു തണുപ്പുള്ള, ഇപ്പം കറ്റാർ വാഴ, അപ്പം ഒരു ചൂടും ഒരു തണുപ്പും. അപ്പം ഔഷധങ്ങൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴും അത് മിക്സ് ചെയ്യുമ്പോഴും ഉപയോഗിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ഏത് ഓയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു യോഗമുണ്ട്, ഒരു ചൂടിനൊരു തണുപ്പ്, അളവ്. അതെ, അളവുണ്ട്. അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്തൊരു ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ചെയ്യാൻ. അതർവൈസ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടുള്ള ആൾക്കാർക്ക് ചൂടുള്ള ഔഷധങ്ങൾ മാത്രമുള്ള ഒരു എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല, കൂടുതലായിട്ടത് റിയാക്ഷൻ ആവുള്ളൂ ബോഡിയിൽ തനിയെ ചൂട് കൂടും, അത് ബാക്കിയുള്ള മുടിയും കൂടി അത് കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട പാറ്റേൺ അങ്ങനെയാണ്. ഒരു യോഗമുണ്ട്, ആ യോഗത്തിനനുസരിച്ച് ഒരു ചൂടുള്ള ഔഷധമാണെങ്കിൽ ഒരു തണുപ്പുള്ള ഔഷധം, അത് രണ്ടും ഈക്വലായിട്ട് ആ ഒരു മോഡറേറ്റ് ആ ഒരു HP വരുന്ന ലെവലിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ തന്നെ ഈ വഴി സൈഡുകളിൽ ഒരു കുപ്പിക്കകത്ത് കുറേ വേരുകളൊക്കെ വെച്ചിട്ടൊരു ഒരു കുപ്പിയുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച ആൾക്കാർക്ക് തേക്കാൻ എത്രയോ ഔഷധങ്ങളുള്ളതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് അതെങ്ങനെയാണ്? അത് ഈ രാമച്ചം അങ്ങനെയുള്ള സംഭവങ്ങൾ അതെല്ലാം നമ്മുടെ സ്കാൽപ്പിനും മീൻസ് നമുക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളത്. അത് ഭയങ്കര ഒരു ഔഷധ ഗുണമായിട്ട്, ഔഷധങ്ങളുണ്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പക്ഷേ അത് എത്രത്തോളം എനിക്കോ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഡോക്ടറെ, ഞാനൊരു ഡൗട്ടായിട്ടാണ് ചോദിക്കുന്നത്. ഈ ക്യാൻസർ പേഷ്യൻസ് തന്നെ ഉണ്ടല്ലോ, ഒരുപാട് പേരുടെ മുടി കൊഴിയുന്നുണ്ട്, ചിലവർക്ക് തിരിച്ചു വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ. അത് ഈ ഒരു സംഭവം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? അതും റേഡിയേഷൻ അല്ലേ, കൂടുതൽ ഭയങ്കരമായിട്ട് ചൂടും അതുപോലെ റേഡിയേഷനും കൂടി ആവുമ്പോൾ ഒട്ടും ബോഡി താങ്ങാൻ പറ്റാണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് നമ്മളുടെ ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നിനും ഓരോ എന്താ പറയുക, ഓരോ അസുഖം എന്നല്ല പറഞ്ഞത്, ഓരോ അവസ്ഥയ്ക്കുള്ളതാണ്. ഇപ്പം സ്ട്രെസ് കൂടുതൽ ഉള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ള ഓയിലുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് തുളസി എന്ന് പറയുന്ന ഒരൗഷധം ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ അങ്ങനെ ഇപ്പം സ്ട്രെസ് ഉണ്ടാവും, ഹോർമോണിൻ്റെ ബാലൻസിങ് ഉണ്ടാവും, പിന്നെ ഉറക്കക്കുറവ് സ്ട്രെസ്സിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിൽ കൂടി ഉറക്കമില്ലായ്മ, വയസ്സായ ആൾക്കാർ പോലും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉറക്കമില്ല മക്കളെ, ഇത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ബാക്ക് ടു നോർമൽ ആ ഒരു സ്ലീപ്പിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവരുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പം ഗൾഫ് കൺട്രീസിലോട്ട് കൂടുതലും കൊണ്ടുപോകുന്നത് നമ്മളുടെ ഓയിൽ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഈ ഹോസ്റ്റലിലെ വെള്ളം, അത് ചില വെള്ളത്താണെങ്കിൽ നമ്മൾ മുടിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അതെ, അങ്ങനെയുള്ളപ്പോഴും ഇത് ഉപയോഗിക്കാം. വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നല്ല റിസൾട്ട് എല്ലാവരും പറയുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു, ഞാനത് കൂടുതലും എനിക്ക് ഫീൽ ചെയ്തത് ഈ ഉപ്പ് കണ്ടൻറ്റ് വെള്ളത്തിൽ കൂടുമ്പോഴാണ് കൂടുതലും അങ്ങനെയുള്ള വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും മുടി കൊഴിച്ചിൽ വരുന്നത്. അപ്പോൾ ഈ കൊല്ലം സൈഡൊക്കെ മണ്ണിന് ഉപ്പ്
കൂടുതൽ നിലനിൽക്കുന്ന ഒരു ക്ലൈമറ്റും കൂടിയാണ്. അവിടെ വളരുന്ന തെങ്ങ്, ആ തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന തേങ്ങ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെയുള്ള തേങ്ങയുടെ ഓയില് മീൻസ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഔഷധങ്ങളും കൂടി ഇട്ടിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഭയങ്കര റിസൾട്ടാണെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്യൂട്ടാണ്, അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കും അത് സ്യൂട്ടാണ്. ഓക്കെ. അപ്പോൾ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടും ഓരോ ആൾക്കാരുടെ കൺസേൺ അനുസരിച്ചിട്ടുമാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ഔഷധങ്ങൾ നമ്മൾ ചേർത്തേക്കുന്നത്. എനിക്ക് എല്ലാം വിട്ടു പറയാൻ പറ്റത്തില്ല, ഞാൻ അതാണ് ഇങ്ങനെ ഇനി ഒരു തലമുറയ്ക്ക് കൊടുത്തു കൈമാറാനുള്ള സമയമല്ല. കൊടുത്തു കൈമാറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. മാത്രമല്ല ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവാമല്ലോ. അതെ, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും. നമ്മുടെ ഒരു ട്രേഡ് മാർക്കാണല്ലോ. ട്രേഡ് മാർക്കാണ് തീർച്ചയായിട്ടും. ഇതെങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെ ക്ലിനിക്കിൽ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഇല്ല, നമ്മൾ അത്യാവശ്യം നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് അല്ല തുടങ്ങിയത്. ഇത് കുറച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ട്, ഒരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലിനിക്കിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഡ്രഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് യൂണിറ്റ് വേണമായിരുന്നു. പിന്നെ അങ്ങനെ പതുക്കെ ഒരു യൂണിറ്റുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഇപ്പം ഈ ചില സ്റ്റാളുകളിലൊക്കെ ആദിവാസി എണ്ണകൾ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണ, എന്നിട്ട് ആ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല മുടി, അത് മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ അവിടെ ഉണ്ട്. ആ എണ്ണയും ഈ പറയുന്ന പോലെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണോ? അത് അവർ ഈ പറയുന്ന പോലെ കുറേ കാട്ടിൽ കുറേ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, കാട്ടിൽ വളരുന്ന ഔഷധങ്ങളുടെ ഗുണങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസാണ്. അപ്പം ഞാൻ ഈ കാട് കയറി നടക്കുന്ന ഒരു പെണ്ണായത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഈ ഹെർബൽ റിസർച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുന്ന ഒരാളായത് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ്. സോ അതിൻ്റെ ഉള്ളിലുള്ള ട്രൈബൽസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നോളജ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല. അവർ പറയുന്ന മെഡിസിൻസ് എല്ലാം അച്ചട്ടാണ്. അത് അവരുടെ ലൈഫിൽ അവർ വേറെ മെഡിസിനുകളൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഈ 8-10 മൈല് നടന്നിറങ്ങി ആശുപത്രി വന്ന് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്, അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനകത്തുള്ള ഓരോ മരുന്നുകളും ഭയങ്കര ഗുണമുള്ള സംഭവങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിന് ഇത്രയും ക്വാളിറ്റിയും കിട്ടിയത്. ഇതിനകത്ത് കുറച്ച് കാട്ടുമരുന്നുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ വളരുന്ന കറ്റാർവാഴയും കാട്ടിൽ വളരുന്ന കറ്റാർവാഴയും ഭയങ്കര ഡിഫറൻസാണ്. ഔഷധ ഗുണം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസാണ്. അതുപോലെ തന്നെ ഓരോ മെഡിസിനുകളും നാട്ടിൽ വളരുന്നതും കാട്ടിൽ വളരുന്നതും തമ്മിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ രാസവസ്തുക്കളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് നാച്ചുറലായിട്ട് പ്രകൃതി തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന സംഭവമാണ്. സോ അത് നമ്മളുടെ ശരീരം പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഗുണം കൂടി ഉണ്ടാവുമായിരിക്കും എന്നല്ല, ഉണ്ട് അല്ലേ? അപ്പം ഇതല്ലാണ്ട് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ ഈ എണ്ണയല്ല, ഇതിപ്പം ഇതൊരു എന്താ പറയുക, കുറച്ച് ഏറ്റവും കൂടിയ ഇനമായിട്ടുള്ളതാണ്. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പം നോർമലായിട്ട് വരുന്ന ഒരാൾക്ക് എന്തൊക്കെയായിരിക്കും അപ്പം കൊടുക്കുന്നത്? നോർമലായിട്ട് ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര ഹെയറിനെ പറ്റി ഭയങ്കര ടെൻഷനുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇത് മാത്രമേ കൊടുക്കത്തുള്ളൂ. കാരണം ഞാനില്ലെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റായത്. മനസ്സിലായില്ലേ? ഇപ്പം സ്ട്രെസ് ആയാലും ഹോർമോണിൻ്റെ പ്രശ്നം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ന്യൂട്രീഷൻ്റെ നമ്മൾ ഫുഡ് ചാർട്ട് അല്ലാണ്ടും കൊടുക്കുന്നുണ്ട്, അല്ലാണ്ടും നമ്മൾ കുറച്ച് സപ്പോർട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഔഷധ ഗുണങ്ങളുള്ള പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരാളാണെങ്കിൽ, നോർമലായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എല്ലാവരോടും ഞാനിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതിൻ്റെ റൂട്ട് ഓഫ് കോസ് എന്താണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ശരണ്യ എൻ്റെ അടുത്ത് വരുവാണ്, എനിക്ക് മുടി മുഴുവനും പോയി,
ഇന്നതാണ് എൻ്റെ വിഷയങ്ങൾ എന്ന് ശരണ്യ ഓപ്പൺ ആയിട്ട് എന്നോട് പറയുവാണെങ്കിൽ എനിക്കതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫെർട്ടിൻ, വൈറ്റമിൻ ഡി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ആ എലമെൻസ് എല്ലാം മീൻസ് അതെല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പം അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. നോർമലായിട്ടുള്ള ഒരാൾക്ക്, നമുക്ക് എണ്ണ പലതരത്തിലുള്ളതുണ്ട്, നോർമലായിട്ട് വലിയ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ടോട്ടൽ സൊല്യൂഷൻ. അലോപേഷ്യ പോലും അത്യാവശ്യം ഈ എണ്ണ ഉപയോഗിച്ചിട്ട് മാത്രം കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വോയിസ് ഇട്ട് തന്നിട്ട് അവർ ആ വീഡിയോസ് പോലും അയച്ച് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത്രയും ക്വാളിറ്റി ഉള്ളത് കാരണമായിരിക്കും. ഇപ്പോൾ ഡോക്ടറെ നമ്മളോട് പറയും എണ്ണ തേക്കുമ്പോൾ ഷാമ്പു തേക്കാൻ പറ്റില്ല. പണ്ട് മുതലേ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. എണ്ണ കഴുകിക്കളയാൻ ഷാമ്പു ഉപയോഗിക്കാം. പക്ഷേ എൻ്റെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ അമ്മയൊക്കെ പറയും ഷാമ്പു ഉപയോഗിച്ചാൽ മുടി പൊട്ടിപ്പോവും, അപ്പോൾ താളിയാണ് ഉപയോഗിക്കാൻ പറയുന്നത്. താളി ചിലപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ തണുപ്പടിച്ച് കഴിഞ്ഞാൽ ജലദോഷം തുമ്മൽ പറ്റുന്ന കേസുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തന്നെ താളി ബോട്ടിലുകളുണ്ട്. ഇപ്പോൾ എൻ്റെ മുടിക്ക് താളി ബോട്ടിലുകൾ പിടിക്കത്തില്ല. കാരണം താളി ബോട്ടിൽ മറ്റേ പൊടിയല്ല, താളിയുടെ ചെമ്പരത്തി താളി എന്ന് പറഞ്ഞ ഷാമ്പു എനിക്ക് പിടിക്കും. അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. നേരെ മറിച്ച് ചെമ്പരത്തി താളിയായിട്ട് അരച്ച് തേച്ചാൽ എൻ്റെ മുടിക്ക് ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷണർ ഇട്ടതിനൊക്കെ ഞാൻ സൂപ്പറായിട്ട് വരും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുതിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുതിലെ മുടിയൊക്കെയാണ് നമ്മുടെ സൗന്ദര്യം എന്നുള്ളൊരു ഓരോരു ഫാക്റ്റ് ഉണ്ടല്ലോ. അന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് മുടി വളരാൻ മറ്റേ പനയുടെ ചൂട്ടി വെട്ടിക്കൊണ്ടിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കൊണ്ടിട്ട വ്യക്തിയാണ് ഞാൻ. അന്ന് മുടിയാണ് ഏറ്റവും വലിയ അത് സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ പൊതുവേ ഉള്ളൊരു മലയാളി സങ്കല്പം മുടിയുള്ള പെണ്ണിന് സൗന്ദര്യം കൂടുതലാണ്, മുടി എന്തൊരു സൗന്ദര്യമാണ് എന്നുള്ളതുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ വളർന്ന കാറ്റഗറിയിൽ മുടി എന്നിപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല മുട്ട വരെ അടിച്ച ആളാണ്. അത് ഞാൻ സൗന്ദര്യത്തിൻ്റെ പാറ്റേണിലല്ല, ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് മാറാൻ തല വെട്ടാൻ പറ്റാത്തതുകൊണ്ട് മുടി വെട്ടിയ ആളാണ് ഞാൻ. മനസ്സിലായി? അതായത് നമുക്ക് സ്ട്രെസ് റിലീഫ്. അത് സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഹെയറിന് ഇപ്പോൾ പീരീഡ്സിന് മുന്നേ ഹെയർ കുറച്ച് പൊഴിയും. ആ ഒരു സമയത്തുണ്ടാവുന്ന ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ട്. അപ്പം ഒരു ദിവസം മുടി എന്ന് പറയുന്നത് ഒരു 10, 20, 25 പോവും. അതെല്ലാവർക്കും പോകുന്നതാണ്. നമ്മൾ ഈ താഴത്ത് കിടക്കുന്ന മുടി നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആന്തലുണ്ട്, ഒരു ടെൻഷനുണ്ട്. അയ്യോ ഇത്രയും മുടി പോയല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ നമ്മുടെ ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് അങ്ങ് മാറ്റും. ശരിയല്ലേ? ഈ സംഭവം ഇങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു തോട്ടുമായിട്ട് നടന്ന് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അവിടെ കിടക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമുണ്ട്, നമ്മുടെ മനസ്സ് പറയുന്നതാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഹോർമോൺസിനെ ഇത്രയും വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ചിലപ്പോൾ ഒരു 10-25 മുടി എന്ന് പറയുമ്പോൾ നല്ല നീളമുള്ള ആൾക്കാരുടെ മുടിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം തന്നെ ഇങ്ങനെ താഴ്ത്ത് നല്ല നീട്ടത്തിൽ ഇങ്ങനെ ചുരുണ്ടി കിടക്കുമ്പോൾ കുറേ പോയൊരു ഫീലാണ്. അവർക്ക് അവരുടെ മുടിക്ക് എത്ര നീളം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു 10-15 കിടക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ബണ്ടില് പോലെ കിടക്കുന്ന മാതിരിയാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ അവരുടെ ഹോർമോൺസ് ഫുൾ ഈ ടെൻഷൻ കയറിയിട്ട് ഫുൾ ബാലൻസ്ഡ് ആയി. സോ അവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും കൂടുതലായിട്ട് പോവാൻ. അപ്പൊ പോകുന്നത് പൊക്കോട്ടെ. അപ്പൊ ഈ എണ്ണ എങ്ങനെയാണ് നമുക്ക് കഴുകിക്കളയേണ്ടത്? ഷാമ്പു ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഷാമ്പു ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. എല്ലാവർക്കും ചിലപ്പോൾ അത് ഓക്കെ ആവണം എന്നില്ല. ഈ ക്ഷാരഗുണം കൂടുതലായിട്ട് ഉള്ള ഷാമ്പുകളാണെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം എല്ലാവരും എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ഒട്ടി നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറയുന്ന ഒരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ താളി തന്നെയാണ് നല്ലത്. താളി നാച്ചുറലായിട്ട് ഇപ്പോൾ ചെമ്പരത്തി താളി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള ഷാമ്പു, ഇപ്പോൾ ബേബി ഷാമ്പൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത്രയും മീൻസ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെവലിലുള്ള രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഷാമ്പുകൾ ഉപയോഗിക്കാം, കുഴപ്പമില്ല. മൈന്യൂട്ടായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം. അതേസമയം ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള ഷാമ്പൂസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പിന്നെയും കൂടുതൽ ഡാമേജസ് വരും. ഈ ഇത്രയും ഈ ഹാംഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ സുഷിരങ്ങളെല്ലാം വീണ്ടും കൂടുതലായിട്ട് ബ്ലോക്ക് ആവും. കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലൊക്കെ അത് കൂടുതലായിട്ട് ഹെയറിന് പ്രശ്നം. അപ്പോൾ ഈ ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് പറയും, അത് ശരിക്കും
കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ, നേരത്തെ ശരണ എന്ന് പറഞ്ഞു, ചെമ്പരത്തിത്താളി ഉപയോഗിച്ചിട്ട് ശരിക്കും കണ്ടീഷണർ കിടക്കുന്ന മാതിരിയാണ്. അത് ഇതിനു വേണ്ടി പറഞ്ഞല്ല, ഞാൻ ചെറുതിലെ ചെയ്തിട്ടുണ്ട്. അല്ല, അത് സത്യമാണ്. അതൊരു കണ്ടീഷണർ വിത്ത് ഷാമ്പു ആണ്. നാച്ചുറൽ ആയിട്ടുള്ള എന്ത് സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത് റിജക്റ്റ് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ചിലവർക്ക് ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര, അല്ല താളി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മുടി പൊങ്ങി നിൽക്കും. പക്ഷെ എനിക്ക് പൊങ്ങി ഞാനത് എനിക്കറിയില്ല ഇപ്പോഴും എങ്ങനെ. ഞങ്ങളെ ചെറുതിലെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച കുളി അങ്ങനെ ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോക്കളുടെ ഒരു ചെരുവത്തിനകത്ത് നിറച്ചു ഷാമ്പു. ഏറ്റവും നല്ല കണ്ടീഷണർ ഞാൻ പറഞ്ഞുതരാം. ഈ ചെമ്പരത്തി താളിയും കഞ്ഞിവെള്ളം ഇല്ലേ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതും കൂടി മിക്സ് ചെയ്തിട്ട് തലയിലിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കണ്ടീഷണറും ആവും, എണ്ണമയവും പോകും. തലേന്നത്തെ കഞ്ഞിയുടെ വെള്ളം, അത് കഞ്ഞിവെള്ളമാണോ അതോ മറ്റേ കട്ടിയായിട്ടിരിക്കുന്നതാണോ? കഞ്ഞിവെള്ളം കട്ടിയായിട്ടുള്ളതല്ല, ലൈറ്റ് ആയിട്ടുള്ള. അല്ല, ഇതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഉണ്ട്, മറ്റേ നമ്മൾ മറ്റേ കഞ്ഞിവെള്ളത്തിന്റെ ഈ കട്ടയായിട്ടിരിക്കുന്ന അതല്ല, അല്ലാണ്ട് വെള്ളം പോലെ കൊഴുപ്പ് കൂടിയതല്ല, അതെ, വെള്ളം പോലെ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുമല്ലോ, അത് മാത്രം മതി. കണ്ടീഷണർ അത് നല്ലതാ. അത് കുറേ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യണം എന്ന് മാത്രം. നമ്മൾ മുടി നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്യണം. ഈ താരൻ എന്ന് പറയുന്ന സാധനം ശരിക്കും എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി കഴിയുമ്പോൾ പൊടി പോലെ ഇളകിപ്പോരും. ഡസ്റ്റ് കൂടുതൽ കയറി ഇരുന്നിട്ട് നമ്മളത് ക്ലീൻ ആക്കാണ്ട് വെച്ചോണ്ടിരിക്കുമ്പോൾ പാച്ചസ് പോലെ കട്ടിയായിട്ട് വരും. ബ്ലഡിൽ ഇൻഫെക്ഷൻസ് വന്നിട്ട്, അതായത് ഈ പറഞ്ഞ മാതിരി കുറേ നാളുകൾ ചെറുതായിട്ട് ഇങ്ങനെ ഡാൻഡ്രഫൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ മുറിവുകളൊക്കെ ആയിട്ട് അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ബ്ലഡോട് കൂടി വരുന്ന ഇൻഫെക്ഷൻസ്, അത് ഫംഗൽ കൂടി കഴിയുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വരും. പിന്നെ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും ഇതിൻ്റെ ഒരു പാറ്റേൺ തന്നെ. മീൻസ് ഇങ്ങനെ കൂടുതൽ കട്ടിയായിട്ട് ചീള് പോലെ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ വരുമല്ലോ. അത്യാവശ്യം നമ്മൾ ഹെയർ നന്നായിട്ട് കൈ വെച്ച് കഴുകി കളയുക. അതെ, നമ്മുടെ വിരല് നമ്മുടെ സ്കാൽപ്പ് സ്കിന്നിൽ വെച്ചിട്ട് റൗണ്ടിൽ വെറുതെ എങ്കിലും ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് ഒരു ദിവസത്തിൽ ഒരു 2 സെക്കൻഡെങ്കിലും ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും വലിയൊരു മസാജും ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു സംഭവവും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ ചീപ്പെടുത്ത് ഒന്ന് ചെയ്യും, പിന്നെ എവിടെയെങ്കിലും കെട്ടിവെക്കും. അതിനാവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ പോലും നമുക്ക് കിട്ടാണ്ടാവും. ഷാമ്പൂ ഒക്കെ ഇട്ട് പതപ്പിച്ച് കഴിയുമ്പോൾ ഫുള്ളി ഫ്രീസ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഒരു മോയ്സ്ചറൈസിങ് ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ചെറിയ രീതിയിൽ ഒരു ഓയിലിങ് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര സ്മൂത്ത് ആവും. അവിടെ ഈ ഫ്രീസി ആയിട്ട് അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരില്ല, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരില്ല. ഈ താരൻ പകരുമോ? താരൻ പകരും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫംഗലാണെങ്കിൽ പകരും. അപ്പോൾ അത് അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ പറയും ഫുള്ളി നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട്, മീൻസ് ബെഡ് പില്ലോ അതുപോലെ തന്നെ കോമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രം നിങ്ങളത് യൂസ് ചെയ്യാൻ പറയും. പിന്നെ ഒരാളുടെ ഒന്നും വേറൊരാൾ ഉപയോഗിക്കരുതെന്ന് പറയും. പിന്നെ ഔഷധ ഗുണങ്ങളുള്ള ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും പല ആൾക്കാർക്ക് പല രീതിയിലുള്ളതാണ്. അപ്പോൾ കോമൺ ആയിട്ടൊരു 85% ആൾക്കാർ നോർമലായിട്ടുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ള പെർസെൻറ്റേജ് മാത്രമാണ് കൂടുതൽ സിവിയറായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര വിഷയമൊന്നുമില്ല, മുടി കൊഴിച്ചിലുണ്ട്. ആ മുടി കൊഴിച്ചിൽ കണ്ടിട്ട് സ്ട്രെസ് കൂടിയിട്ട് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണോ അത് സോർട്ട് ഔട്ട് ചെയ്താൽ മതി നമുക്ക്. അതർവൈസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചിരുത്തി കുറേ നേരം അതെന്തുകൊണ്ടാണ്, ഇപ്പം നമ്മൾ 6 to 9 months ആണ് നമ്മുടെ കോഴ്സ്. ആ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ അടുത്ത് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഹെയറിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള അതുവരെ നമ്മൾ ക്ലാസ് എടുത്തിട്ടാണ് വിടുന്നത്. കാരണം എപ്പോഴും നമുക്ക് ഒരു പേഷ്യൻ്റ് തന്നെ കണ്ടിന്യൂസ് ഹെയറിൻ്റെ പ്രശ്നം അത് മാറിയില്ല, അല്ലെങ്കിൽ അത് അപ്പം നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഉപേക്ഷിച്ച കേസുകൾ എടുത്തിട്ട് നമ്മൾ വിജയിപ്പിക്കുന്നുണ്ട്, പിന്നെയും അവർ വരുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പം ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലും വഷളാവുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ബിലീവ് ചെയ്യുക. അതെ.
ബിലീവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ്, നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും അയൺ ആയാലും കാൽസ്യം ആയാലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി അവിടെ തിരക്കാണ് ഇവിടെ തിരക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ വന്ന് ലോകത്തുള്ള സകല ഡോക്ടർമാരും പോയി കണ്ട് അതിന് റിസൾട്ട് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസാനത്തെ ഒരു ഓപ്ഷൻ ഇനി എന്ത് എന്നുള്ളൊരു സംഭവം വരും. ആ ഒരു സംഭവം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പം ഞാൻ ഹെയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ അവർക്ക് സെപ്പറേറ്റ് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഓയിലിട്ടേക്കുന്ന ഓരോ മെഡിസിൻസും ഓരോ ആൾക്കാരുടെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞുള്ളൂ, ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഹോർമോൺ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുളസി പോലെയുള്ള സംഭവങ്ങൾ കൂടുതൽ പീസ് മൈൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹോർമോൺസ് ഭയങ്കരമായിട്ട് വേരിയേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഭയങ്കര ഹീറ്റായിട്ട് ബോഡി എപ്പോഴും ഹീറ്റായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പം അങ്ങനെ ഹീറ്റായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിനുള്ള മെഡിസിൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രം ഓരോ സ്ഥലങ്ങളിൽ വളരുന്ന ഔഷധ ഗുണങ്ങളുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നാട്ടിൽ വളരുന്നത് വെച്ചിട്ടല്ല നമ്മളിതൊന്നും ഉണ്ടാക്കുന്നത്. കാട്ടിൽ തന്നെയുള്ള അത്രയും ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ ഔഷധ ഗുണങ്ങൾ ഉള്ള സസ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ യോഗം, ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെയാണ് ഇടേണ്ടത്, അങ്ങനെ തന്നെ ആ യോഗം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓയിൽ ടോട്ടൽ ഒരു സൊല്യൂഷനാണ്, ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഞാൻ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ക്വാളിറ്റി മീൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എല്ലാവർക്കും കൊടുക്കത്തില്ല, പക്ഷെ സിവിയർ ആയിട്ടുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇതിൽ നിന്നും റിസൾട്ട് കിട്ടിയില്ല എങ്കിലും മാത്രം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അടുത്ത മോഡൽ ഞാനാവട്ടെ. ആയിക്കോട്ടെ. ഒരു ഹെയർ ഫോളിക്സിൽ നിന്ന് മിനിമം ഒരു 3 ഹെയറെങ്കിലും ഗ്രോത്ത് ഉണ്ടാവണം. ഓക്കെ, മിനിമം. അപ്പോൾ ഒരെണ്ണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് ബ്ലോക്ക് ആവുന്നു. ഓക്കെ. പിന്നെ അടുത്തത് വരാത്തതാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഓക്കെ. അതർവൈസ് എല്ലാ മുടിക്കും ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. ഓക്കെ. അത് ലൈഫ് ലോങ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തത് വരണം. ഇപ്പോൾ ഈ ഒരു മുടിക്ക് ഇത്രയും ലെങ്ത് ഉണ്ട്, ഈ ലെങ്ത്തിൽ തന്നെ ഏറ്റവും അവസാനം വരെ എനിക്ക് ഈ ലെങ്ത്തിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഈ ഒരെണ്ണം പോയി കഴിയുമ്പോൾ അവിടെ വേറെ ഹെയർ വരും. ആ ഒരു കുഴിക്കകത്ത് 3 എണ്ണം വരണം എന്നുള്ളതാണ്. അത് 3 എണ്ണമാണ് മിനിമം വരുന്നത്. മനസ്സിലായില്ലേ? 3 ഹെയറെങ്കിലും മിനിമം വരും. അപ്പൊ ഈ ഒരു ഹെയറിന്റെ ആ ഒരു ഫോളിക്ക് ഡാമേജ് ആവുന്നത് ഭാഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ കൂടുതൽ ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കയറി അടയുന്നതിന്റെ ഭാഗമായിട്ട് ഒക്കെയാണ് അത് ബ്ലോക്ക് ആയി പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹെയർ കംപ്ലീറ്റ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ വീട് പുതിയ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഒന്നാമത് ന്യൂട്രീഷൻ ഇല്ല, രണ്ടാമത്തെ കാര്യം ഈ തറയിൽ സിമൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഇത് അടിക്കുമ്പോൾ ഈ സിമൻ്റ് കയറി ഫുൾ ഫില്ലായിട്ട് അടഞ്ഞുപോയി. സുഷിരങ്ങൾ കംപ്ലീറ്റ് അടഞ്ഞുപോയി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന മസാജ്, നമ്മൾ കൊടുക്കുന്ന തെറാപ്പി അനുസരിച്ചിട്ടാണ് വീണ്ടും അത് ഓപ്പൺ ആവുന്നത്. അപ്പം നമ്മൾ ക്ലിനിക്കിൽ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. സ്റ്റുഡിയോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ടാണ് അടഞ്ഞു പോയിട്ടുള്ള പോൾസ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ അവിടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്തും മീൻസ് ഹെഡ് മസാജ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നീഡിൽ തെറാപ്പി ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-2 കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ മെഡിസിൻ ഡയറക്റ്റ് ഇടുന്നുണ്ട്. ഗുളിക കൊടുക്കുന്നുണ്ടോ ഇതിന്?
ഗുളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം ചിലടത്ത് പറയല്ലേ ക്യാപ്സ്യൂൾ, ഇങ്ങനെ അയൺ അങ്ങനെയൊക്കെയുള്ള ക്യാപ്സ്യൂൾ. നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ പുറത്തോട്ട് എഴുതി കൊടുക്കും ഇന്ന ഡെഫിഷ്യൻസി ഉണ്ട്. അത് നമ്മൾ അല്ലാണ്ട് ആയുർവേദിക് ഗുളികകളൊന്നുമില്ല. ആയുർവേദിക് ഗുളികകൾ എന്ന് പറയുന്നത് ചിലർക്ക് മോഷൻ ഉണ്ടല്ലോ, ഗട്ടിന്റെ പ്രശ്നമാണ് എല്ലാവരും പറയുന്നത്. ഗട്ടാണ് എല്ലാത്തിനും പ്രശ്നം, ഗട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഗട്ടിനുള്ള നിങ്ങൾ മെഡിസിൻസ് കൊടുക്കാറുണ്ടോ? നമ്മൾ പ്രോബയോട്ടിക് കൂടുതലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ബൂസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും നമ്മളുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അയണിൻ്റെ ഡെഫിഷ്യൻസി, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, ഹോർമോണിൻ്റെ ഇംബാലൻസിങ്, സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ, ഉറക്കക്കുറവ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും വരുന്ന കേസുകളിൽ കൂടുതലും. പിന്നെ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് പ്യൂരിഫിക്കേഷനും കൂടി ചെയ്യിപ്പിക്കും. ഇൻടേക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കും. അപ്പം ഇത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട്, ഇപ്പം ഡോക്ടറെ എന്താ പറയുക, നിരവധി ഹെയർ പ്രശ്നങ്ങളുള്ളവർ, അതായത് ഇതുവരെയും പ്രശ്നം, അതായത് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹെയർ പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലും, പോട്ടെ എന്ന് പറയുമ്പോൾ പോലും കുറച്ച് വളർന്നാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാർ തന്നെയാണ്, ബേസിക്കലി ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. അല്ലാന്ന് ഞാൻ പറയത്തില്ല, കാരണം സൗന്ദര്യ സങ്കല്പത്തിലെ ഒരു പാർട്ട് തന്നെയാണിത്, ഒരു പാട്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക ഹെയറുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല, നിങ്ങൾ കണ്ടു മടുത്തു, ഇനി നിങ്ങൾക്ക് മുടി വളരില്ല, അല്ലെങ്കിൽ ഇനി അതൊരു എന്താ പറയുക, ചിലവർ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ തന്നെ, അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ മാനം കെടുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷ ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഡോക്ടറിൻ്റെ ക്ലിനിക്ക് വരുന്നത് പറവൂർ അല്ലേ, നോർത്ത് പറവൂരിലാണ്. ഓൺലൈൻ കൺസൾട്ടൻറ്റ് ഉണ്ടോ ഡോക്ടറെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആർമി ക്യാമ്പിൽ നമ്മൾ കുറച്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ട്, പക്ഷെ പരമാവധി ഡോക്ടറെ നേരിട്ട് കാണുക. ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ നമ്പറും മറ്റുള്ള എൻക്വയറി നമ്പറും നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഏതായാലും എനിക്കറിയത്തില്ല, ഈ ഗ്യാപ്പിൽ ഞാനും എന്നെ ഒന്ന് കാണിക്കുന്നുണ്ട് അല്ലേ ഡോക്ടറെ? എന്നെ ഒന്ന് ഏറ്റെടുക്കത്തില്ലേ? ഒരു 6 മാസം കഴിയുമ്പോൾ ശരണ്യ കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ശരണ്യയുടെ ഹെയർ ഇപ്പോഴത്തെ ഹെയറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെയർ ഇപ്പം ഇത്തിരി ഇഷ്ടം മറ്റേ എന്താ സ്മൂത്തനിങ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പിച്ചിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഒരു മര്യാദയുള്ള ഒരു പാവപ്പെട്ട ഹെയറാണ് എൻ്റെ അത്. അപ്പം കൂടുതലായിട്ട് ഹെയറിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. 6 മാസം ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രശ്നം. ഞാൻ അനുസരിക്കാൻ കഴിവതും ശ്രമിക്കാം ഡോക്ടറെ. അപ്പം എന്താണെങ്കിലും ഈ ഒരു കുഞ്ഞു നിമിഷം ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷം. താങ്ക് യു.